ഞാൻ എൻ്റെ ഒരു കഥയിൽ എൻ്റെ കഥയെപ്പറ്റി പറഞ്ഞാൽ അങ്ങ് ക്ഷമിക്കണം. കാരണം ഞങ്ങൾ കഥാകാരന്മാർക്ക് അങ്ങനെ ആത്മപ്രശംസ കുറച്ച് കൂടുതലാണ്. എൻ്റെ കഥയിൽ പണ്ട് എഴുതിയ ഒരു കഥയിൽ മലയാളത്തിലെ അക്ഷരങ്ങളെ ചില സാദൃശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഒരു വെളുത്ത തിരശ്ശീലയിൽ കണ്ണട വച്ച ഒരു പെൺമുഖം ചേർന്ന് നിന്നിട്ട് ഒളിഞ്ഞു നോക്കുന്നത് പോലെയാണ് ന പ്രത്യക്ഷപ്പെടുന്നത് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ദൂരക്കാഴ്ചയിലുള്ള ഒരു നിതംബ കാഴ്ചയാണ് ധ എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഭാരം കയറ്റിപ്പോകുന്ന ഒരു ലോറിയാണ് ഖ എന്ന് എഴുതിയിട്ടുണ്ട്. പല ചരിഞ്ഞുള്ള വശത്തു നിന്നുള്ള കാഴ്ചയിൽ ഭാരം കയറ്റിപ്പോകുന്ന ഒരു ലോറി പോലെയാണ് ഖ, ചക്രങ്ങളില്ലാത്ത ലോറി പോലെയാണ് ഖ. അങ്ങനെ ഈ ദൃശ്യവൽക്കരിക്കുവാനുള്ള ഒന്നുണ്ട്. അപ്പോൾ ഈ അക്ഷരങ്ങൾക്ക് ഇപ്പോൾ എ എന്നൊരു അക്ഷരം, ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ എ എന്നുള്ള അക്ഷരം കാളത്തലയിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്. അതായത് കാളത്തല മറിച്ചിടുന്നതാണ്. കൊമ്പുള്ള ഒരു കാളയുടെ തലയെ ഇങ്ങനെ കൊമ്പായിട്ട് വരച്ചിട്ട് അതിനെ മറിച്ചിടുന്നതാണ് എ എന്നൊരു അക്ഷരം. അങ്ങനെ ആദ്യകാലത്ത് ഇപ്പോൾ കൃഷി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് കാളത്തലയിൽ നിന്ന് തുടങ്ങിയതായിരിക്കും ആൽഫബറ്റ് ഓർഡറിൽ ആദ്യത്തെ. അങ്ങനെ മലയാളത്തിലെ ഈ നമ്മുടെ ലിപികളുടെ ഈ രൂപപരമായിട്ടുള്ള രൂപസൃഷ്ടി ആദ്യകാലത്ത് രൂപസൃഷ്ടിയിൽ അങ്ങേക്ക് അങ്ങനെ എന്തെങ്കിലും നിരീക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതിൽ ഏതെങ്കിലും വസ്തുക്കളുമായിട്ടോ പ്രകൃതി ദൃശ്യമായിട്ടോ അതിനെ ബന്ധപ്പെടുത്തി ആലോചിക്കാൻ സാധിക്കും? നേരത്തെ പറഞ്ഞ പോലുള്ള ചില രൂപങ്ങൾ നമുക്ക് തോന്നും എന്നല്ലാതെ അതൊന്നും അങ്ങനെയാണോ വന്നതെന്നുള്ളത് ഒന്നും അറിഞ്ഞൂടാ. അത്ര പഴയ കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. ഇപ്പം നമ്മൾ ഇതേപോലെ ഈ കലിഗ്രാഫി എന്ന് പറയുന്നതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ ഇല്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അത് എങ്ങനെയും കേരളത്തിലൊരു പോപ്പുലറാക്കുക എന്നുള്ള എൻ്റെ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് 6 വർഷം മുമ്പ് പൂനെയിൽ നടന്ന ഒരു കലിഗ്രാഫി ക്യാമ്പിൽ JJ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡീനായിട്ടുള്ള സന്തോഷ് ക്ഷീർസാഗർ എന്ന് പറയുന്ന അദ്ദേഹം എന്നോട് ചോദിച്ചു, കേരളത്തിൽ കലിഗ്രാഫി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കേരളത്തിൽ കലിഗ്രാഫി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ നേരെ വളരെ ഒരു രോഷത്തോടെ ചോദിച്ചു, നിങ്ങൾ 100% സാക്ഷരതയുണ്ടെന്നല്ലേ പറയുന്നത്, എന്നിട്ടെന്താണ് ഈ അക്ഷരം കൊണ്ടുള്ള കല ഇല്ലാത്തതെന്ന്. അപ്പോൾ ആ ഒരു ഇതിൽ അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചത് ഒരു 10 വർഷം കൊണ്ട് ഈ കലിഗ്രാഫി ഒന്ന് പോപ്പുലറാക്കണം. അതേ എന്നെക്കൊണ്ട് പറ്റത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇതിന് ഒരു വ്യക്തിയോ 10 വ്യക്തികളോ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭരണതലത്തിൽ, അധികാരി തലത്തിൽ നിന്ന് അതിനൊരു നീക്കം ഉണ്ടായാലേ അത് എല്ലാം ആകത്തുള്ളൂ. ഇപ്പോൾ സ്കൂളിൽ ഇത് പാഠ്യവിഷയമാക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെല്ലാം കലിഗ്രാഫി സ്കൂളിലെ കുട്ടികൾക്ക് കൈപ്പിഴ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല കാര്യമായിട്ടാണ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല ഇതാണ്. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ അവർക്കൊരു തോന്നൽ വരുന്നില്ല? അക്ഷരങ്ങളിൽ ഭാവപ്രകാശനം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ഭട്ടതിരിയുടെ ഈ അക്ഷരകലയിൽ. നമ്മളിപ്പോൾ സംഗീതത്തിന് സാധിക്കും. ഇപ്പോൾ പ്രേതം വരുന്ന രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ സിനിമകളിലൊക്കെ എല്ലായിടത്തും ഒരേപോലെ ഒരു പ്രേതത്തിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ നമ്മൾ അത്ഭുതപ്പെടും. ഇതെങ്ങനെയാണ്, ഇത് ആരാണിത് കണ്ടുപിടിച്ചത് നമ്മൾ ഓർക്കാറുണ്ട്. ഈ പ്രേതം എന്ന് പറയുമ്പോൾ പ്രേതത്തിൻ്റെ തന്നെ ഫീലിംഗ് നമുക്ക് മലയാളത്തിലായാലും യൂറോപ്യൻ സിനിമകളിലായാലും കാണും. അതുപോലെ ഭട്ടതിരി എഴുതുമ്പോൾ ഭയം എന്നൊരു വാക്ക് ഭട്ടതിരിയോട് എഴുതാൻ പറഞ്ഞാൽ ഭയം തോന്നിക്കുന്ന മട്ടിൽ തന്നെയായിരിക്കും അതിൻ്റെ ഭാവം വരിക. അതായത് പുഴ എന്ന് എഴുതുന്നത് പോലത്തെ, പുഴ ഒഴുകുന്നത് പോലെയല്ല ഭട്ടതിരി ഭയം എന്ന് എഴുതുക. അതൊന്നും ഇവർക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്താൽ അവർക്ക് കൗതുകം ഉണ്ടാവും. അങ്ങയുടെ മനസ്സിലുള്ള വ്യത്യസ്ത ഭാവങ്ങളിലുള്ള ചില പദങ്ങൾ അങ്ങ് എഴുതുമ്പോൾ ആ വരയിൽ തന്നെ, ആ അക്ഷരവിന്യാസത്തിൽ തന്നെ അതിൻ്റെ ഭാവം, ആ പദത്തിൻ്റെ ഭാവം എങ്ങനെയാണ് അങ്ങ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. വേറെ ഒരു കാര്യം, ഞാൻ ഈ പലതും എഴുതുന്നത് ഒന്നും ആലോചിച്ചിട്ടല്ല. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഇത് ചെയ്യുമ്പോൾ കയ്യുടെ ഒരു വഴക്കം. ഇപ്പോൾ അന്നേരം എന്താണ് എഴുതുന്നത് തോന്നുമ്പോൾ കിട്ടുന്ന ഒരു ടൂൾ എടുത്ത് ചിലപ്പോൾ എല്ലാ ഭയത്തിനും ഭയം തോന്നണമെന്നില്ല, ചില സമയത്ത് തോന്നും. അതുപോലെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ അന്ന് അതിനുവേണ്ടി സ്കെച്ച് ഇടുകയോ അത് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ അത് ശരിയാക്കാൻ നോക്കുകയോ ചെയ്യുന്ന ഒരു രീതിയില്ല. ഒരെണ്ണം തീർന്നു കഴിഞ്ഞാൽ അത് തീർന്നു, പിന്നെ അടുത്തതിലേക്കേ ഉള്ളൂ. നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു ദോശ ഉണ്ടാക്കി അത് വട്ടം ശരിയായില്ലെങ്കിൽ അത് ശരിയാക്കാൻ നോക്കുമല്ലോ, അടുത്ത ദോശയിൽ വട്ടം ശരിയാക്കുക എന്നത്. അതേപോലെ ആ രീതിയാണ് എൻ്റേത്. ഇത് എല്ലാം നല്ലതാകണമെന്ന് വിചാരിച്ചാൽ എഴുതുന്നത്, ചിലപ്പോൾ മോശമാകുന്ന കളയുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പിന്നെ അത് ശരിയാക്കുക എന്നില്ല.
ഇതാണ് ഭയം. അതിനകത്ത് ഒരു ഭാവമുണ്ട്, ഭയത്തിൻ്റെ ഭാവമുണ്ട്. പട്ടതിരി പൂവ് എന്നെങ്ങനെ എഴുതണമെന്ന് എനിക്ക് കാണണമെന്നുണ്ട്. ഓ, ആ പൂവെന്ന് എഴുതിയ കൈവിരലുള്ള എനിക്ക് കല്യാണം കഴിക്കണം തോന്നുന്നുണ്ട്. ഇതൊരു അത്ഭുതമാണ്, ഇതൊരു വലിയ അത്ഭുതമാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന മഹാത്ഭുതങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ എന്നിട്ട് വേണ്ടാത്ത ചില തോന്നലുകളുടെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്.